പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനങ്ങൾ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ കൊതിയോടെ പങ്കെടുക്കാൻ വേണ്ടി ജാഗ്രതയോടെ എഴുന്നേറ്റ് വന്ന മക്കളെ ഞാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകര നിൻ്റെ ശിരസിൽ പതിക്കട്ടെ. നിന്നെ ബുദ്ധിമുട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ രോഗങ്ങൾ, അവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ഉണ്ടാകാൻ കൃപാസനത്താര ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശു നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ
നിൻ്റെ രഹസ്യമായ സങ്കടങ്ങൾ, പങ്കുവെക്കാൻ പറ്റാത്ത വിഷമതകൾ പരിശുദ്ധ ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ വിഷയത്തെ ഓർത്തുകൊണ്ടും വ്യക്തികളെ ഓർത്തുകൊണ്ടും സംഭവത്തെ ഓർത്തുകൊണ്ടും ഇന്നലെ സംഭവിച്ച ചില മോശം കാര്യങ്ങൾ ഓർത്തുകൊണ്ടും നിൻ്റെ ഹൃദയം ഭാരപ്പെടുന്നുണ്ട്, ദൈവത്തിലെ പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിൻ്റെ കരം നിന്നെ സ്പർശിക്കുന്നതെന്ന് ഓർക്കുക. കാരണം നിന്നെ കർത്താവ് ഓർക്കുന്നത് കൊണ്ടാണ് നീ ഈ പ്രാർത്ഥനയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് ഓർക്കുക. നീ ദൈവത്തിൻ്റെ കരുണയിൽ നിന്നോ, ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നോ, ദൈവത്തിൻ്റെ സന്ധിപ്പിൽ നിന്നോ ദൈവത്തിലെ നീ അകലെ അല്ലെന്നോർത്തുകൊണ്ട് നീ ആർത്ത് ഉല്ലസിക്കുക. ഈ ദിവസങ്ങളിൽ നീ ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾ നിനക്ക് നിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി നിനക്ക് തുണയാകട്ടെ എന്ന് അച്ഛൻ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ അർപ്പിച്ചുള്ള കുർബാനകൾ, ഞാൻ കർത്താവിൻ്റെ നാമത്തെ ലോകത്തിന് കൈമാറുന്നതിന് വേണ്ടി കാണിച്ചിട്ടുള്ള തീഷ്ണതകളെയും അതിനുവേണ്ടി നിനക്കുണ്ടായ സന്തോഷങ്ങൾ ഞാൻ അനുസ്മരിച്ചുകൊണ്ട് ഇപ്പം ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കുടുംബത്തെ നീ ആശീർവദിക്കണമേ. ദൈവത്തിലെ കർത്താവ് എന്നോട് അള്ളിച്ചതനുസരിച്ച് കൊണ്ട് എനിക്ക് നൽകിയ പട്ടാഭിഷേകത്തിൻ്റെയും പട്ടത്വത്തിൻ്റെ ശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ വേണ്ടി അള്ളിച്ചതുകൊണ്ട് എന്നെ നിയോഗിച്ച കർത്താവിൻ്റെ ചൈതന്യത്താൽ ഞാൻ നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ കുടുംബം ഇന്ന് നടന്നു പോകുന്ന, നിൻ്റെ ജീവിതം ഇന്ന് കടന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള ഭാരങ്ങൾ, എല്ലാ തരത്തിലുള്ള വിഷമതകൾ, നിനക്ക് തന്നെ നിൻ്റെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ പറ്റാതിരിക്കുകയും നിനക്ക് ഉറക്കം പോലും കിട്ടാത്ത പ്രഷർ കയറുകയും നിൻ്റെ രോഗത്തെക്കുറിച്ചോ മറ്റ് ഏതെല്ലാം വിഷയങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ നിൻ്റെ മനസ്സ് ഭാരപ്പെടുന്നുണ്ടോ, ദൈവത്തിലെ ഇപ്പോഴിവിടെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ജനക്കോടിയിൽ പങ്കുവെക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ ശക്തമായ അംശങ്ങൾ നിനക്ക് അവകാശവും ഓഹരിയുമാകട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ അത് നിൻ്റെ കുടുംബത്തിനും നിൻ്റെ കൂടപ്പിറപ്പുകൾക്കും ഗുണകരമെങ്കിൽ അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം നിറവേറാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് ഈ മക്കളുടെ കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ മുൾക്കിടത്ത് ഓർത്തുകൊണ്ട് അതിൽ നിറ്റ് വീഴുന്ന രക്തത്തെ ഓർത്തുകൊണ്ട് കുടുംബത്തോട് കരുണ തോന്നണമേ. കർത്താവെ, നിൻ്റെ കുരിശ് മരണത്തെ ഓർത്തുകൊണ്ട് ഈ കുടുംബത്തിൽ കണ്ണു തോന്നുന്ന സർവോപരി എൻ്റെ കർത്താവെ, അങ്ങനെ മഹത്വപൂർണ്ണ തിരുവുത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിന്നെയും നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും കുടുംബപ്പിറപ്പുകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ മാർഗങ്ങളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെ ആശീർവദിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതല്ല, ഇന്ന് കർത്താവ് അൾത്താരയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാ ദിവസവും സംസാരിക്കുക. അപ്പോൾ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ടൈമാണ്. കർത്താവ് കമ്മ്യൂണിയലായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുണ്ടാകണം. പിന്നെ വചനം വായിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധയുണ്ടാകണം. പിന്നെ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ വരുമ്പോഴും ശ്രദ്ധ. ഈ 3 സമയത്തും ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിലെല്ലാം കുറച്ച് ശ്രദ്ധയുണ്ടാകണം. കൂട്ടായ്മ ശ്രദ്ധയുണ്ടാകണം, വചനം വായിക്കുമ്പോൾ ശ്രദ്ധയുണ്ടാകണം, കുർബാനയ്ക്ക് കൂടുമ്പോൾ ശ്രദ്ധയുണ്ടാകണം. ഇതെല്ലാം കർത്താവ് നമ്മൾ സംസാരിക്കുന്ന സമയങ്ങളാണ്. ഇന്ന് എന്നോട് സംസാരിച്ച കാര്യം എന്ന് പറയുന്നത്, നീ ഒരു സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ അതായിരിക്കും നിൻ്റെ ജീവിതകാലം മുഴുവനും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലെന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ദൈവസ്നേഹത്തിൽ നിനക്ക് ഒരു ലെവലെടുത്തു കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി സാക്ഷ്യമാകുക, ദൈവത്തിന് വേണ്ടി നമ്മൾ ഏറ്റുപറയുക, അങ്ങനെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ദൈവം കൗണ്ട് ചെയ്യണത് ഒരു മനുഷ്യൻ്റെ റെക്കോർഡ് എങ്ങനെയാണ്. അവൻ ഇപ്പോൾ ഹൈ ജമ്പ് ചെയ്യുമ്പോഴും അവൻ ലോങ് ജമ്പ് ചെയ്യുമ്പോഴും അവൻ്റെ റെക്കോർഡെന്ന് പറയണത് അവൻ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസിൽ ചാടുകയും ഹൈറ്റിൽ ചാടുകയും ചെയ്ത റെക്കോർഡാണ് റെഫർ ചെയ്യണത്, കപ്പാസിറ്റി എന്ന് പറയണത്. അതുപോലെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചത് എന്നാണ്, അതാണ് നിൻ്റെ റേറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്.
ചില സമയത്ത് അതിലൊക്കെ കുറഞ്ഞു പോകുമായിരിക്കും നീ, പക്ഷേ ദൈവം കൗണ്ട് ചെയ്യുമ്പോൾ നിന്നെ റെഫർ ചെയ്യുമ്പോൾ നിൻ്റെ ടോപ്പ് പോയിൻ്റാണ് എടുക്കത്തുള്ളൂ. അതറിയണമെങ്കിലേ ദൈവം അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നിനക്ക് നേരത്തെ ചോദിക്കും, നിനക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ലല്ലോ എന്ന് പറയും. വെളിപാട് 2:4 എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് ഒരു നെഗറ്റീവ് അല്ല ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അത് ഉപയോഗിക്കണത് ഇപ്പം ഇല്ലാത്തതിൻ്റെ അവസ്ഥയാണ് ദൈവം അഡ്രസ്സ് ചെയ്യണത്. നോ, ഇപ്പം നിനക്ക് സ്നേഹം കുറഞ്ഞതിൻ്റെ അവസ്ഥയിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അതല്ല ദൈവം റെഫർ ചെയ്യണത് എന്താണ്, നിൻ്റെ ഏറ്റവും പീക്ക് ലവ് ആണ്. അതെപ്പോഴും അപ്പം അത് നമ്മൾ ദൈവത്തോടാണ് നമ്മൾ ആ സ്നേഹം കാണിച്ച കാരണം അതാണ് നിൻ്റെ കറക്റ്റുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ താഴെ പോയാലും ദൈവം നിന്നെ കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ക്യാപ്ചർ, നിനക്ക് ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് ക്യാപ്ചർ ചെയ്താൽ താഴെ നീ വീണാലും കർത്താവ് കോംപ്രമൈസബിളാണ്. എന്ന് വെച്ചാൽ റെഫറിന് ഫസ്റ്റ് ലവ് എടുക്കത്തുള്ളൂ, ഏറ്റവും പീക്ക് ലവ് മാത്രമേ റെഫർ ചെയ്യത്തുള്ളൂ. അതറിയണമെങ്കിലേ ഇപ്പോൾ പത്രോസിനോട് പറഞ്ഞില്ലേ ഈശോ, യു ആർ റോക്ക് ഇൻ ദിസ് റോക്ക് ഐ ഷൽ ബിൽഡ് മൈ. കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചൊക്കെ പറഞ്ഞ സംഭവമാണത്. എന്താണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുമെന്ന്. അപ്പോൾ എന്ത് കർത്താവിൻ്റെ മനസ്സിലുള്ള സന്തോഷം എന്ന് പറയുന്നതുണ്ട്, അപാര സന്തോഷമായിരിക്കും. പത്രോസ് റെക്കോർഡ് ചെയ്യണതാണ്, റെക്കോർഡിട്ട് എന്താണ്, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് എന്നൊക്കെ പറയുന്നത് ഇവിടെ. അപ്പോൾ അതെന്ന് വെച്ചാൽ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അങ്ങോട്ട് പറയും, യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. നീ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുമ്പോൾ കർത്താവിന് ആത്മാവിനിങ്ങനെ ആനന്ദിക്കും, ആഹ്ലാദത്തോടെ പറയും. പിന്നെ കർത്താവ് കൺട്രോളില്ല പറയുക, യു ആർ റോക്ക് സൈമൺ ബാർജോന, യു ആർ റോക്ക് ഐ ഇൻ ദിസ് റോക്ക് ഐ ഷൽ ബിൽഡ് മൈ ചർച്ച്. എന്ത് രസമാണെന്ന് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഈ കേക്ക് ഭയങ്കര അഭിഷേകം തോന്നുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ പാറമേൽ, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയാം. അപ്പോൾ ഇതാണ് പത്രോസിനെക്കുറിച്ച് കർത്താവിൻ്റെ ക്യാപ്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പത്രോസിനെ സ്നേഹിച്ചതായിട്ട് കർത്താവിന് ഫീൽ ചെയ്ത ഒരു ലവ് ഓഫ് ഗോഡ് ക്യാപ്ചർ പോയിൻ്റ് ഇതാണ്. ഇത് ഇനി പത്രോസിനൊക്കെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും കർത്താവ് കോംപ്രമൈസ് ചെയ്യും. അവൻ കിടന്ന് ഉറങ്ങിയില്ലേ കർത്താവ് ചോര വിയർക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നീതികേടാണ് നിർവികേടാന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും കർത്താവ് പറഞ്ഞ എന്താണ്, സാരല്ല, ഇപ്പോൾ അവൻ്റെ റെക്കോർഡിൻ്റെയിലുണ്ട്, പഴയ റെക്കോർഡിൻ്റെയിലുണ്ടെന്ന്. എന്താണ് അവൻ ആ റെക്കോർഡ് എന്താ വെച്ചാൽ, ആ റെക്കോർഡ് വെച്ച് ഇപ്പോൾ ഓർക്കണം. എന്താ വെച്ചാൽ അവൻ പറയും ആത്മാവ് സന്നദ്ധമാണ്, പത്രോസിൻ്റെ ആത്മാവ് സന്നദ്ധമാണ്. ശരീരം ഇപ്പോൾ ഭക്ഷണം കഴിച്ചതല്ലോ, ഐ ഡോണ്ട് മൈൻഡ് എന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഈ ഏറ്റവും ചെറിയ കൗണ്ട് പത്രോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം കൗണ്ട് ഡൗൺ വന്നിരിക്കുന്നതാണ്. പക്ഷേ അത് ഈശോ കൗണ്ട് ചെയ്യണില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 14:37-38. മർക്കോസ് 14:37-38. അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു, ശിമയോനെ നീ ഉറങ്ങുന്നുവോ? ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. അതാണ് സംഭവം. അപ്പം ആത്മാവ് സന്നദ്ധം എന്ന പോസിറ്റീവായിട്ടും പത്രോസിൻ്റെ യുവർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ വെളിപാടിൻ്റെ, അതാണ് ആളുടെ മനസ്സിൽ കൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ശരീരം ബലഹീനമായെന്നുള്ള സെക്കൻഡ് പോയിൻ്റാണ്, അത് റെഫർ ചെയ്യണില്ല, അത് കർത്താവ് കൗണ്ട് ചെയ്യണില്ല. അതുകൊണ്ട് അതായത് നമ്മളെപ്പോൾ നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മുടെ ആധ്യാത്മിക വെല്ലുവിളി എന്ന് പറയുന്നത് പിക് പോയിൻ്റുകളെ എൻ്റെ റേറ്റിംഗ് അല്ലേ, ഏറ്റവും ദൈവത്തെ സ്നേഹിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കത്തില്ലേ, അത് എല്ലാ
ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും കഴിഞ്ഞ ആഴ്ചയേക്കാൾ ഈ ആഴ്ച ഒരു ലിഫ്റ്റിംഗ് വേണം നമുക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ഒരു ചാലഞ്ചാണ്. ആ ജീവിതത്തിലൊരു വെല്ലുവിളി പോലെ നമ്മൾ എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫ്ലക്ച്വേഷൻസും ഫ്രസ്ട്രേഷൻസൊക്കെ സ്പിരിച്വൽ ലൈഫിൽ ഉള്ളതാണ്. പക്ഷേ കർത്താവ് കൗണ്ട് ചെയ്യണത് നമ്മുടെ പരാജയമല്ല, വിജയമായിരിക്കും. സോ ഹാവ് എ ഗുഡ് ഡേ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.